ഹലോ, എല്ലാവർക്കും നമ്മുടെ പതിവ് സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ പ്ലാന്റ്സ് ഏതൊക്കെയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാനായിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പ്ലാന്റ്സ് അയക്കുക DTDC വഴി മാത്രമായിരിക്കും. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്രസ്സ് അയക്കുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരിക. നിങ്ങളുടെ ഏറ്റവും അടുത്ത DTDC ഏതാണെന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് DTDC ഉള്ള പിൻകോഡ് തന്നെ തരിക. അതുപോലെ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അപ്പോൾ അത് എത്രയും വേഗം തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക. കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാൻസ് ഡാമേജ് ആകും. പ്ലാൻസ് വാങ്ങാനായി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാങ്ങിപ്പോയിട്ട് പിന്നീട് വന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില പ്ലാൻസൊക്കെ സ്റ്റോക്ക് ഔട്ടായെന്ന് വരാം. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് പ്ലാൻസ് എല്ലാം ഉണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് വരിക ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് പിങ്ക് കളറിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ലോറോപെറ്റലം. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ചെറിയ ഇലകളാണ്. നല്ല ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് ലീഫ് നിൽക്കുക. ഇതാണ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. റേറ്റ് വരിക 80 രൂപയാണേ. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മുല്ലയാണ്. മുല്ലയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. 50 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ആമസോൺ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ മേരി, സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ കാണുന്ന വയലറ്റ് കളറിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. പ്രത്യേകിച്ചൊരു സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരിക 40 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്തത് ഫൈപ്പർ വെറൈറ്റീസ് ആണ്. ആദ്യത്തെ വെറൈറ്റി വരിക ഈ കാണുന്ന പ്ലാന്റ് ആണ്. സിൽവറും അതുപോലെ ഒരു പിങ്ക് കളറൂടൊക്കെ ലീഫിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഫൈപ്പർ പ്ലാന്റ്സ് ഹാങ്ങിങ് ആയിട്ടോ അതല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് സെമി ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ ഒക്കെ നടാവുന്നതാണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക പൈപ്പർ ഓർണാറ്റം ആണ്. ഇതാണ് പ്ലാന്റ് വരിക. ഇതിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് കിളിക്കിച്ചെടിയാണ്. ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണിത്. നമ്മുടെ ഗാർഡനിൽ അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മണിമുല്ലയുടെ തൈകളാണ്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല. പൂക്കുന്ന സമയത്ത് ചെടി നിറഞ്ഞ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ക്യാറ്റ്സ് ക്ലോയുടെ തൈകളാണ്. പേര് പോലെ തന്നെ എവിടെയും അള്ളി പിടിച്ച് പടർന്ന് കയറി നല്ല ഭംഗിക്ക് പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ക്യാറ്റ്സ് ക്ലോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മണിക്കൊന്ന അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ പറയാറുള്ള പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഗന്ധരാജൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. പൂക്കൾ രണ്ടിലും സെയിം തന്നെയാണ്. ഇതാണ് പൂക്കൾ. അപ്പോൾ ഗന്ധരാജൻ്റെ ഈ ഒരു വേരിഗേറ്റഡ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഈ ഒരു വേരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ്. 20 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബൊഹീമിയ പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ബൊഹീമിയ പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടി എത്തിയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. റേറ്റ് വരിക 200 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു യെല്ലോ ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ പടർന്ന് നല്ല ഭംഗിക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും സീസണൽ അല്ല, നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്.
റേറ്റ് വരിക 60 രൂപയാണ്. അടുത്തത് വരിക ഗ്രീൻ കളറിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അധികം പ്ലാന്റ് നമുക്ക് സ്റ്റോക്കില്ല. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് സിസ്മാറ്റോഗ്ലോട്ടീസിൻ്റെ പ്ലാന്റ്സ് ആണ്. ആദ്യത്തെ വെറൈറ്റി വരിക ഇതാണ്. നല്ല വലിയ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് സിസ്മാറ്റോഗ്ലോട്ടീസിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് കാഷ്വറീനയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം 1 വർഷത്തോളമായി നമുക്ക് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ട്. ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ഹിപ്പിക്കെട്ട് പോലെ ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് കാഷ്വറീന. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് കാഷ്വറീന. ഇതിന് 190 ആണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് ലണ്ടാനയുടെ ഒരു കളർ കൂടി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മജന്ത കളർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. 40 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഗ്ലോവൈൻ ആണ്. ഗ്ലോവൈൻ്റെ പൂക്കൾ ഗാർലിക് വൈൻ്റെ പൂക്കൾ പോലെ തന്നെയാണ്, പക്ഷെ നല്ല വലുപ്പമുള്ള പൂക്കളാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതായിരിക്കും. അപ്പോൾ ഗ്ലോവൈൻ്റെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക പെഡിലാന്തസ് പ്ലാന്റ് ആണ്. ഇതുപോലെ യെല്ലോയും വൈറ്റും ഗ്രീനോടൊക്കെ ചേർന്ന് ലീഫിൽ വരുന്ന നല്ലൊരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നമുക്കിത് പോട്ടിലോ അതല്ലെങ്കിൽ നിലത്തോ നട്ട് കൊടുക്കാവുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം സൺലൈറ്റ് മാത്രം മതി. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണിത്. നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് ഈ കാണുന്ന സൈസിലുള്ളതായിരിക്കും. 15 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. അധികം പ്ലാന്റ്സ് ഇല്ല. ഇന്ന് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല പ്ലാന്റ്സുമായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.